നമസ്തേ, വെൽക്കം ബാക്ക് ടു AG ട്രക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് കൽപ്പാത്തി രഥോത്സവമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് പറയുന്നത് കൽപ്പാത്തി രഥോത്സവത്തിനെ പറ്റി. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. എന്താ ഈ കാശിയിൽ പാതി കൽപ്പാത്തി ചോദിച്ചാ, ഈ ബ്രാഹ്മണ മുത്തശ്ശി കാശിക്ക് പോയത്രേ. കാശിക്ക് പോയപ്പോ ബ്രാഹ്മണർ എന്ത് ചെയ്യും ചോദിച്ചാൽ തേവാരം ഒക്കെ കൊണ്ടുവരും. സാളഗ്രാമം, ശിവലിംഗം ഇതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഒരു ബാണലിംഗത്തിനെ കയ്യിലെടുത്തു. ബാണലിംഗത്തിനെ കയ്യിലെടുത്ത് എല്ലാ ദിക്കിലും വെച്ച് പൂജ കഴിക്കും. ഈ നീളാനദി തീരത്ത് പൂജ കഴിച്ച് പൂജയൊക്കെ കഴിച്ച് തേവാരം പെട്ടി എടുക്കുന്ന സമയത്ത് എടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഉറച്ചുപോയി. അപ്പോൾ ഈ സ്ഥലം വന്നിട്ട് പാലക്കാട്ട് രാജാവിൻ്റെ ആയിരുന്നു. അങ്ങനെ രാജാവിൻ്റെ അനുമതിയോടുകൂടി അങ്ങനെ അമ്പലം കെട്ടി. ക്ഷേത്രത്തിന് പൂജയ്ക്ക് ആൾ വേണം. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മായപുരം മയിലാടുതുറ എന്ന് പറയും, അവിടെ നിന്ന് ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. പിന്നെ ഇവിടുത്തെ ഉത്സവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഉത്സവത്തിനെ കണക്കാക്കിയിട്ട് മായപുരം ഉത്സവത്തിനെ ഇവിടുത്തെ ഉത്സവത്തിനെ കണക്കാക്കിയിട്ട് അവിടുത്തെ ഉത്സവത്തിനെ കണക്കാക്കിയിട്ടാണ് ഇവിടെ രഥോത്സവം. ഇവിടെ ഉത്സവം എന്താ, ദേശീയ ഉത്സവമാണ്. ഇവിടുത്തെ ഉത്സവം ദേശീയ ഉത്സവം. നമുക്ക് 3 ദിവസമാണ്. 13, 14, 15 തീയതികളിൽ ഈ രഥോത്സവം ഗംഭീരമായിട്ട് നടക്കും. ആദ്യത്തെ ദിവസം എന്താ ചോദിച്ചാൽ, വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥൻ കുടുംബനാഥനായിട്ടുള്ള ഒരു ദേവനാണ്. ആ ദേവനെ എഴുന്നള്ളിച്ച് വന്ന് ഗ്രാമജനങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് സങ്കല്പം. അത് കഴിഞ്ഞ് 2-ാം തീയതി ദിവസം ശ്രീ മഹാഗണപതി, രാജഗണപതി എന്നും പറയാം, മഹാഗണപതി എന്നും പറയും. ആ മഹാഗണപതി വന്ന് ഭക്തജനങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. 3-ാം തീയതി ദിവസം ലക്ഷ്മീനാരായണ പെരുമാൾ, ലക്ഷ്മിയും നാരായണനും കൂടെ ഒക്കെ ധനം, ധാന്യം, പശുവും ബഹുപുത്രലാഭം പറഞ്ഞ മാതിരി അയാൾ അങ്ങനെ വരും. ആ ഐശ്വര്യ ദേവത വന്നാൽ നമുക്ക് സമ്പൽസമൃദ്ധമായിട്ട് ആ കുടികൊള്ളുന്നത്. 3-ാം തീയതി ദിവസം ലക്ഷ്മീനാരായണനും ചാത്തപ്പുരത്ത് പ്രസന്ന ഗണപതിയും. ഇങ്ങനെ 3 തേരും കൂടെ രാവിലെ. വൈകുന്നേരം എല്ലാ ദേവരഥങ്ങളും സംഗമം ചെയ്യും ഇവിടെ ശുപ്രപ്രസാദ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ. ആ സമയത്ത് എന്താ ചോദിച്ചാൽ, ദേവരഥ സംഗമ സമയത്ത് ആകാശത്ത് ഗരുഡ ഭഗവാൻ പട്ടമിട്ട് പറക്കും. 3 പ്രാവശ്യം നമ്മൾ മകരവിളക്കിന് എങ്ങനെയോ അതേമാതിരി ഇവിടെ 3 പ്രാവശ്യം ഭഗവാൻ ഗരുഡ ഭഗവാൻ വട്ടമിടും. എല്ലാവരും വന്ന് അനേകം തിക്കും തിരക്കുമായിട്ടുള്ള ഇതാണെങ്കിലും ആ ഭഗവാനെ എല്ലാവരും സന്ദർശിക്കാൻ വേണ്ടി ഭക്തജന സമുദ്രമായിട്ടുണ്ടാവും. സമുദ്രം തന്നെ പറയാം, അത്രയും തിരക്കാണ് ഇവിടെ. പിന്നെ സംഗീതോത്സവം. കർണാടക സംഗീതം, ഈ ഗാനമേള അതൊന്നും അല്ല. ഇവിടെ സംഗീതത്തിനാണ് പ്രധാനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത, ചെമ്മൻകുടി, അവര് പാലക്കാട്ട് മണിയയ്യർ, ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു അഗ്രഹാരമാണ്. എന്താ വെച്ചാൽ ഈ പാട്ട് കച്ചേരിയും ആ നാദസ്വരവും ഒക്കെ അവർക്ക് ഇതിനെപ്പറ്റി ആസ്വദിക്കാനായിട്ട് കഴിയും. ഇതാണ് ചുരുക്കം. പാലക്കാട് മണിയതാണ് മൃദംഗം മണി.
നമ്മൾ തേര് വലിക്കാൻ ഉപയോഗിക്കുന്ന കയറ് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെയും കണ്ടോ, ഇവിടെയും കാണാനല്ലേ. ഇതാണ് നമ്മുടെ തേര് വലിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കയറ്. എന്തായാലും 8:30 ആവും.
Thank you.